അബ്ദുൾ റഷീദ് കൂടി ലൈനിൽ ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് പാർലമെന്റിലെത്തിയോ? എം പിമാരുടെ മാർച്ച് സ്ഥലത്ത് വിജയ് ചൌക്കിൽ നിന്നും ആരംഭിച്ച പാർലമെന്റ് മാർച്ച്, പ്രതിപക്ഷ എംപിമാരുടെ പാർലമെന്റ് മാർച്ച് ഇപ്പോൾ പാർലമെന്റിന്റെ ഗേറ്റിനകത്തോട്ട് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ വലിയ രീതിയിലുള്ള പോലീസിന്റെയും സേനയുടെയും സന്നാഹമാണ് ഇപ്പോൾ ഇവരെ തടയുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇത്തരത്തിലൊരു ഉത്തരവിറക്കിയിരുന്നു. അതായത് ഈ പാർലമെന്റിന് അകത്ത്, പാർലമെന്റിന്റെ വളപ്പിലോ അല്ലെങ്കിൽ പാർലമെന്റ് ഗേറ്റിന് മുൻവശത്തോ ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രൊട്ടസ്റ്റിനോ അതോടൊപ്പം പ്രതിഷേധത്തിനോ യോഗത്തിനോ ധർണയ്ക്കോ ഒരു കാരണവശാലും അനുമതിയില്ല തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറുടെ ചിത്രം പതിച്ച കാർഡുകളുമായി രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങൾക്ക് പാർലമെന്റ് കോമ്പൗണ്ടിലേക്ക് കടക്കാൻ കഴിയുന്നതിന് വിലക്ക് എന്ന നിലയിൽ വേണം അതിനെ കാണാൻ. പ്രതിഷേധവും കാര്യങ്ങളും മാറ്റിവെച്ചാൽ തന്നെ പാർലമെൻറ്റ് അംഗങ്ങളാണിവർ. ആ പാർലമെൻറ്റ് അംഗങ്ങൾ ഭരണകക്ഷി MPമാർക്ക് ഒരു അവകാശം, ഒരു അധികാരം, ഒരു പ്രിവിലേജ്, പ്രതിപക്ഷത്താണെങ്കിൽ മറ്റൊന്ന് എന്നില്ലല്ലോ. പാർലമെൻറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ അവർ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കറിൻ്റെ ചിത്രം പതിച്ച കാർഡുമായി കോമ്പൗണ്ടിനുള്ളിലേക്ക് ഒന്നിച്ചു പോയാൽ അത് തടയുന്ന ഒരവസ്ഥ ഇന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ കോമ്പൗണ്ടിൽ അതിന് സാക്ഷ്യം വഹിക്കുന്നു. കോമ്പൗണ്ട്, പാർലമെൻറ്റ് പരിസരം എന്നാണോ? സ്ഥലത്ത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്കറിയാം, ഈ നമ്മുടെ ഇന്ത്യയുടെ രാജ്യത്തിന്റെ സവിശേഷമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഭരണഘടന സൃഷ്ടിക്കുന്നതിലും അതിന്റെ പിന്നിലും അതോടൊപ്പം ഇന്ത്യയിലെ മറ്റു ജനവിഭാഗങ്ങൾക്ക് തന്നെയും വലിയ രീതിയിൽ സഹായവും സേവനവും അനുഷ്ഠിച്ചിരുന്ന ഡോക്ടർ BR അംബേദ്കറെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഇത്തരത്തിൽ ജനാധിപത്യമായി പ്രതിഷേധിക്കാനുള്ള അവകാശ ലംഘനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇത്തരത്തിൽ പാർലമെന്റിന് അകത്ത് പോലും കടക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ പാർലമെന്റിനകത്ത് കേന്ദ്ര സർക്കാരിന് പറയൂ റഷീദ്, പറയൂ, പൂർത്തിയാക്കൂ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് എന്തായാലും നേരത്തെയും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും പാർലമെന്റ് അവസാനിക്കാനിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇരു സഭകളും ആരംഭിക്കും. പക്ഷേ ഇരുസഭകളും ഇന്ന് ആരംഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതും പ്രധാനമാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെയും മറ്റു MPമാരുടെ ഒക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ഈ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു നിലപാടിലേക്കാണ് രാജ്യസഭയിലും ലോക്സഭയിലും MPമാർ നടത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് അബ്ദുൾ റഷീദ് ഇപ്പോൾ സൂചിപ്പിച്ച കാര്യം അതാണ്. ഈ പ്രതിഷേധ മാർച്ച് പാർലമെന്റിന്റെ കോമ്പൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. ആ പാർലമെൻറ്റ് അംഗങ്ങളെ, അവിടേക്ക് അംബേദ്കറുടെ ചിത്രങ്ങളുമായി എത്തിയ പ്രതിപക്ഷ അംഗങ്ങളെ, ആ പ്രതിഷേധത്തെ തടയുന്നതിന് വലിയ പോലീസ് സന്നാഹം, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ദില്ലി പോലീസ് അടക്കമുള്ള വലിയ പോലീസ് സന്നാഹങ്ങളും അവിടെയുണ്ട് എന്നതുപോലെയുള്ള വിവരങ്ങളാണ്, ഏറ്റവും പുതിയ വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. വിജയ് ചൗക്കിൽ നിന്നാണ് രാവിലെ ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളും MPമാരുടെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. കൈരളി ന്യൂസിനോട് അവരൊക്കെ സംസാരിച്ചിരുന്നു, അതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഏതായാലും 11 മണിയോടുകൂടി പാർലമെൻറ്റ് ആരംഭിക്കുമ്പോൾ പാർലമെൻറ്റിനകത്ത് ഈ പ്രതിപക്ഷ മുന്നണി എങ്ങനെയാണ് ഈ വിഷയത്തെ അതിശക്തമായി പുറത്ത് അവതരിപ്പിച്ച ഈ ജനകീയ പ്രതിഷേധത്തെ എങ്ങനെ പാർലമെന്റിനകത്തേക്ക് ഇന്നും എത്തിക്കുന്നു? BJPയും NDAയും ഏത് നിലയിൽ അതിനോട് പ്രതികരിക്കുന്നു എന്നതും പ്രധാനമാണ്. അതുപോലെ തന്നെ ലോക്സഭാ സ്പീക്കറും രാജ്യസഭാ അധ്യക്ഷനും എങ്ങനെ ഇതിനോടുള്ള അവരുടെ സമീപനം എന്താകും? ഇതെല്ലാം 11 മണി മുതൽ നമ്മൾ കാണാനിരിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്.